പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് പഠിക്കുന്ന ഏതൊരാൾക്കും ആഗ്രഹം നല്ലവണ്ണം ഇംഗ്ലീഷ് പറയാനും എഴുതുവാനും കഴിയുക എന്നുള്ളതാണ്. ആ ലക്ഷ്യം നേടുവാൻ ഗ്രാമറും വൊക്കാബുലറിയും നല്ലപോലെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ സംസാരത്തിനും എഴുത്തിനും കൂടുതൽ ഭംഗിയും അർത്ഥവും നൽകുന്നതിന് ഇംഗ്ലീഷിൽ ഫ്രേസസ് ഉപയോഗിക്കുന്നു. അതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ വിശദമായി നോക്കുന്നത്. ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രേസസ് വ്യാകരണ കൃത്യത ഉറപ്പാക്കുന്ന സെൻറ്റൻസുകളുടെ നിർമ്മാണ ബ്ലോക്കായി പ്രവർത്തിക്കുന്നു. ഫ്രേസസ് serves as building blocks for sentences, ensuring grammatical correctness. ദൈനംദിന ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന സാധാരണ ഫ്രേസസിൻ്റെ ഉദാഹരണങ്ങൾ ഇവയൊക്കെയാണ്. 1. ടൈം റിലേറ്റഡ് ഫ്രേസസ്. ആസ് സൂൺ ആസ് പോസിബിൾ, അറ്റ് ദ മൊമെൻറ്റ്, ഇൻ ദ മീൻ ടൈം, ഫ്രം ടൈം ടു ടൈം, അറ്റ് ദ സെയിം ടൈം. ഇതുപയോഗിച്ചുള്ള സെൻറ്റൻസിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. ആസ് സൂൺ ആസ് പോസിബിൾ. എക്സാമ്പിൾ: പ്ലീസ് റെസ്പോണ്ട് ടു മൈ ഇമെയിൽ ആസ് സൂൺ ആസ് പോസിബിൾ. ദയവായി എൻ്റെ ഇമെയിലിന് എത്രയും വേഗം മറുപടി നൽകുക. അറ്റ് ദ മൊമെൻറ്റ്. എക്സാമ്പിൾ: ഷീ ഈസ് നോട്ട് അവൈലബിൾ അറ്റ് ദ മൊമെൻറ്റ്. അവൾ ഇപ്പോൾ ലഭ്യമല്ല. ഇൻ ദ മീൻ ടൈം. എക്സാമ്പിൾ: ദ മീറ്റിംഗ് ഈസ് അറ്റ് 3 PM, ബട്ട് ഇൻ ദ മീൻ ടൈം ലെറ്റ് us റിവ്യൂ ദ അജണ്ട. മീറ്റിംഗ് ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ്. എന്നാൽ അതിനിടയിൽ നമുക്ക് അജണ്ട അവലോകനം ചെയ്യാം. ഫ്രം ടൈം ടു ടൈം. എക്സാമ്പിൾ: വി ഗോ ഹൈക്കിംഗ് ഫ്രം ടൈം ടു ടൈം. ഞങ്ങൾ ഇടയ്ക്കിടെ കാൽനട യാത്ര പോകുന്നു. അറ്റ് ദ സെയിം ടൈം. എക്സാമ്പിൾ: ഹി വാസ് ആംഗ്രി ആൻഡ് കൺഫ്യൂസ്ഡ് അറ്റ് ദ സെയിം ടൈം. അവൻ ഒരേ സമയം കോപിക്കുകയും ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്തു. അടുത്തത് കണ്ടീഷൻ റിലേറ്റഡ് ഫ്രേസ്. ആസ് ലോങ് as, if fully, provided that, in case of, unless otherwise specified. As long as. Example: you can stay as long as you follow the rules. നിങ്ങൾ നിയമങ്ങൾ പാലിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് താമസിക്കാം. If fully I had studied harder, I would have passed the exam. ഞാൻ കൂടുതൽ കഠിനാധ്വാനം ചെയ്തിരുന്നെങ്കിൽ പരീക്ഷയിൽ വിജയിക്കുമായിരുന്നു. Provided that. Example: you can borrow my car provided that you return it by evening. വൈകുന്നേരത്തോടെ തിരിച്ചു നൽകിയാൽ നിങ്ങൾക്ക് എൻ്റെ കാറ് എടുക്കാം. In case of. Example: in case of fire, use the emergency exit. തീപിടുത്തമുണ്ടായാൽ എമർജൻസി എക്സിറ്റ് ഉപയോഗിക്കുക. Unless otherwise specified. Example: the project will begin on Monday unless otherwise specified. മറ്റു വിധത്തിൽ വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ തിങ്കളാഴ്ച പ്രൊജക്റ്റ് ആരംഭിക്കും. ഇനി cause and effect phrases. Because of this, due to, as a result of, on account of, for this reason. Because of. Example: there were so many people in the shop because of the sale. സെയിൽ നടക്കുന്ന കാരണം കടയിൽ ധാരാളം ആളുകളുണ്ടായിരുന്നു. Due to. Example: the game was cancelled due to heavy rain. കനത്ത മഴയെ തുടർന്ന് കളി റദ്ദാക്കി. As a result of. Example: as a result of her efforts, she received a promotion. അവളുടെ പരിശ്രമത്തിൻ്റെ ഫലമായി അവൾക്കൊരു പ്രൊമോഷൻ കിട്ടി. On account of. Example: he missed the flight on account of traffic jam.
ഗതാഗതക്കുരുക്ക് കാരണം അവന് വിമാനം നഷ്ടമായി. ഫോർ ദിസ് റീസൺ, എക്സാമ്പിൾ, ഷീ ഡിക്ലൈൻ ദ ഓഫർ ഫോർ ദിസ് റീസൺ. വി നീഡ് ടു ഫൈൻഡ് അനദർ കാൻഡിഡേറ്റ്. അവൾ ഓഫർ നിരസിച്ചു. ഈ കാരണത്താൽ ഞങ്ങൾക്ക് മറ്റൊരു കാൻഡിഡേറ്റിനെ കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്രകാരം തരംതിരിച്ചിരിക്കുന്ന ഫ്രേസസുകൾ ഇനിയും നിരവധിയുണ്ട്. അത് മറ്റൊരു വീഡിയോയിൽ കൂടി വിശദമാക്കാം. മേൽപ്പറഞ്ഞ ഉദാഹരണങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാം. ഫ്രേസസ് വാക്യങ്ങളുടെ പരിപൂർണ അർത്ഥത്തിനും വ്യാകരണത്തിൻ്റെ വ്യക്തതയ്ക്കും വളരെയേറെ സഹായിക്കുന്നവയാണ്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.